ഹലോ യേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു കോക്കനട്ട് ഷെല്ല് വെച്ചിട്ടുള്ള സ്പൈറൽ ഹാങ്ങിങ് ഗാർഡിനെ കുറിച്ചാണ്. അപ്പം ഇതിനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് ചിരട്ടകൾ തന്നെയാണ്. ചിരട്ട ഇവിടെ പൊട്ടിച്ചെടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. വലിയ പീസും ചെറുതുമായിട്ട് കട്ട് ചെയ്തെടുക്കുക. മൊത്തം ശരിക്കും ജസ്റ്റ് ഹാഫായിട്ട് കട്ട് ചെയ്യാതെ വലുതും ചെറുതുമായിട്ട് മുറിച്ചെടുക്കുക. അപ്പം തേങ്ങ കട്ടിയാണ് മുറിച്ചെടുത്ത ഇതുപോലെയുള്ള ഹാഫായിട്ട് അല്ലെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഒരു വലിയ പീസും ഒരു ചെറുതും. ആ ചെറുത് നമ്മളിവിടെ ഹാങ് ചെയ്യാൻ ഉപയോഗിക്കുന്നില്ല, വലിയ ഷെല്ല് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഇതിലുള്ള തേങ്ങ വീട്ടാവശ്യത്തിന് ഉപയോഗിച്ചതിന് ശേഷമുള്ള ഷെല്ല് എടുക്കുക. ആ ഷെല്ലിന് പുറത്തുള്ള അതായത് ചിരട്ടയുടെ പുറത്തുള്ള ചകിരിയൊക്കെ കത്തിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഷാർപ്പായ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഒന്ന് മുറിച്ച് മാറ്റിയെടുക്കുക. അത് ചിരണ്ടി മാറ്റിയതിന് ശേഷം നമുക്ക് ഒരു പ്രോസസ്സ് കൂടിയുണ്ട്. സാൻഡ് പേപ്പർ വെച്ചിട്ട് ഒന്ന് മിനുസപ്പെടുത്തിയെടുക്കണം, ഒന്നുകൂടെ ഫൈനാക്കി എടുക്കുക. അപ്പം നല്ല ക്ലീനൊന്നും ആക്കിയിട്ടൊന്നുമില്ല, ചെറുതായിട്ട് ഫൈനാക്കി വെച്ചിട്ടേ ഉള്ളൂ. ഇനി അടുത്ത പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ഇതിന് നമ്മൾ ഡ്രില്ലർ ഉപയോഗിച്ചിട്ടൊന്നല്ല ഹോൾ ഇടുന്നത്, കത്തിയാൾ വെച്ചിട്ടാണ്. ഈ തേങ്ങയുടെ കണ്ണ് എന്ന് പറയുന്ന സ്ഥലത്ത് ആ 3 പാർട്ടും ഒന്ന് ഹോൾ ഇട്ടെടുക്കണം. ഇപ്പോൾ ഇതുപോലെ ഓട്ടയാക്കി എടുക്കുക. അടുത്ത പ്രൊസീജിയർ എന്ന് പറയുന്നത് അതിന് പെയിന്റ് അടിക്കുക എന്നുള്ളതാണ്. ഇവിടെ ഞാൻ 2 ടൈപ്പ് പെയിന്റും അടിച്ചിട്ടുണ്ട്. ഒന്ന് പോസ്റ്റർ കളർ പെയിന്റ് ആണ്. പോസ്റ്റർ കളർ പെയിന്റിൽ ആ ഒരു ബോക്സിൽ 6 കളേഴ്സ് ഉണ്ട്. ആ 6 കളേഴ്സ് ഇതിന്റെ 2 ബോക്സ് ഫ്ലിപ്കാർട്ടിലൊരു ഓഫർ വന്നപ്പോൾ വാങ്ങിയതാണ് 90 റുപ്പീസിന്. അപ്പം സാധാരണ പെയിന്റ് അടിക്കുമ്പോൾ ഇതിനൊരു ഗ്ലോസി ഇഫക്റ്റ് ഉണ്ടാവും. പോസ്റ്റർ കളർ അടിച്ചപ്പം ഒരു മാറ്റിക് ഫിനിഷാണ്. അപ്പോൾ അടുത്തതായിട്ട് വേണ്ടത് ഒരു ഹാങ്ങറാണ്, അല്ലെങ്കിൽ ഒരു സർക്കിൾ ഷേപ്പിലുള്ള എന്തായാലും മതി. ഞാനിവിടെ എടുത്തിരിക്കുന്ന ഹാങ്ങറാണ്. ആ ഹാങ്ങറിനെ സർക്കിളാക്കി വളച്ച് കൊണ്ടുവരുന്ന ഏകദേശം സർക്കിള്. അപ്പം അതിൻ്റെ മുകളിൽ നമുക്ക് ഒരു ചൂടി ചുറ്റി എടുക്കണം, ചെറിയ കയറ്. അപ്പോൾ ഫസ്റ്റ് ബിഗിൻ ചെയ്യുന്നെടുക്കുന്ന എന്തെങ്കിലും ഒരു ഗമ്മിട്ടിട്ട്, ക്വിക്ക് ഫിക്സ് പോലത്തെ ഗമ്മിട്ടിട്ട് തുടങ്ങണം. എന്നിട്ട് ആ ചെറിയ കയറ് എല്ലാ വശത്തും ചുറ്റിച്ചെടുക്കുക. അപ്പം ഞാനിവിടെ ചെറിയ ചെറിയ പീസസ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അടുത്ത പീസ് സ്റ്റാർട്ട് ചെയ്യുമ്പം വീണ്ടും ഗമ്മിട്ടിട്ട് തുടങ്ങണം. അങ്ങനെ എല്ലാ വശവും ഈ ചെറിയ കയറ് ചുറ്റിയെടുത്ത് കൊണ്ടുവരണം. അപ്പം ഇതുപോലെ ഇരിക്കും. അപ്പോൾ ശരിക്കും സർക്കിളൊന്നും ആയിട്ടില്ല, ചെറിയ ചെറിയ വളമൊക്കെ ഉണ്ട്. അത്യാവശ്യം സർക്കിളായിട്ട് വന്നിരിക്കുകയാണ്. ഇനി അടുത്തതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്തേക്ക് ഹാങ് ചെയ്യണം, ഈ ചിരട്ടകൾ ഹാങ് ചെയ്യണം. അതിനുവേണ്ടി ഇവിടെ ശരിക്കും ഈ സ്പൈറൽ ഹാങ്ങിങ് ഗാർഡ് എന്ന് പറഞ്ഞിട്ട് ചെയ്തിരിക്കുന്നത് നൈലോൺ ത്രെഡിലാണ്. പക്ഷെ ആ നൈലോൺ ത്രെഡ് ഒരു ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ട് ഇവിടെ വീഡിയോയിൽ അത് കാണുമോ എന്നുള്ളൊരു ഡൗട്ടും ഉണ്ട്. നൂലിൽ കാണിച്ചു തരുവാണ് എങ്ങനെയാണ് ഹാങ് ചെയ്തിരിക്കുന്നത്. സാധാരണ സൈഡിൽ ഡ്രില്ലർ കൊണ്ട് ഹോളൊക്കെ ഇട്ടിട്ടാണ് ഹാങ് ചെയ്യുന്നത് കാണാറ്. പക്ഷെ ഞാനിവിടെ ഈ ഹോളിലൂടെയാണ് കടത്തി വിടുന്നത്. അപ്പം ഈ നൂല് 2ആയി മടക്കിയിട്ട് ഇതിലൂടെ കയറ്റി വിട്ട് അതിൻ്റെ മറ്റേ സൈഡ് എടുത്ത് ഉള്ളിൽ കൂടെ കയറ്റി അത് ഫിക്സ് ചെയ്യാണ്. അപ്പം ഇങ്ങനെ 3 വശവും ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഈ ചിരട്ട അനങ്ങില്ല, അതായത് ബാലൻസ്ഡ് ആയിട്ട് നിൽക്കും. അതായത് സൈഡിൽ നമ്മൾ ഹോൾ ഇട്ട് കൊടുത്ത് കയറ് വെച്ച് അല്ലെങ്കിൽ ത്രെഡ് വെച്ചിട്ട് കെട്ടണം എന്നുള്ള ഒരാവശ്യമില്ല. ഇങ്ങനെ ചെയ്താൽ മതി, ചെയ്താൽ ബാലൻസ്ഡായി നിൽക്കും. അപ്പോൾ ഇതിന് മുന്നേ ഒന്ന് ഹാങ് ചെയ്ത് മണ്ണൊക്കെ നിറച്ച് ഹാങ് ചെയ്ത് വെച്ചാണ്. അപ്പോൾ ഈ നൈലോൺ ത്രെഡാണ് ഇതിനായിട്ട് യൂസ് ചെയ്യുന്നത്, നമ്മൾ ചൂണ്ടയിടാനൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പം കുറച്ച് ദൂരെ നിന്നൊക്കെ നോക്കുമ്പോൾ ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ട് ഈ പല കളറിലെ ചിരട്ടകൾ മാത്രം തൂങ്ങി നിൽക്കുന്നതായിട്ട് തോന്നും. ഇനി അടുത്തതായി നമുക്ക് ഇതിനകത്തേക്ക് പ്ലാന്റ്സ് വെക്കണം. പ്ലാന്റ്സ് വെക്കാൻ വേണ്ടിയിട്ട് ഇതിന് വലിയ വലിയ ഹോളാണുള്ളത്. ആ ഹോള് ചെറിയ എന്തെങ്കിലും വെച്ചിട്ട്, ഉണങ്ങിയ ഇലയോ അല്ലെങ്കിൽ ഹാർഡ് ബോർഡോ അങ്ങനെ എന്തെങ്കിലും ഹാർഡ് പീസോ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെയുള്ള കുറച്ച് കട്ടിയുള്ള കടലാസ് എന്തെങ്കിലും വെച്ച് ആ ഹോളൊന്ന് പതുക്കെ അടച്ചു കൊടുക്കുക. അതിനകത്തേക്ക് ഇവിടെ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് കൊക്കോപിറ്റും ആനിമൽ ഫെർട്ടിലൈസറുമാണ് മെയിനായിട്ടും. മണ്ണ്
വളരെ കുറച്ചായിട്ടേ ഉപയോഗിച്ചിട്ടുള്ളൂ. കാരണം ഇതിന് വെയിറ്റ് വരണ്ടെന്നുള്ളത് കൊണ്ട് തന്നെ വളരെ കുറച്ചായിട്ടേ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പം അങ്ങനെ മണ്ണല്ല ഈ മിശ്രിതം എല്ലാത്തിലും നിറച്ചിട്ട് ഇതിനകത്തേക്ക് ചെടി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ പ്ലാന്റ്സ്, ഇതിലേക്ക് വെക്കുന്ന പ്ലാന്റ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അപ്രൈറ്റ് ആയിട്ട് നിൽക്കുന്ന പ്ലാന്റ്സ് ആയിരിക്കും കൂടുതൽ ഭംഗി. കാരണം ഇതിന് കളറടിച്ചതുകൊണ്ട്. പക്ഷെ എൻ്റെ കയ്യിൽ മുകളിലോട്ടേക്ക് മാത്രം വളരുന്ന ചെടികൾ ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ ടേർട്ടിൽ വൈനും പോട്ടിലുക്കിയും പർപ്പിൾ ഷംറോക്കും ഒക്കെയാണ് വെച്ചിട്ടുള്ളത്. അപ്പം താഴേക്ക് തന്നെ ഹാങ് ചെയ്ത് നിൽക്കും. ടേർട്ടിൽ വൈനൊക്കെ പെട്ടെന്ന് അങ്ങ് വളർന്ന് ചിരട്ടൊക്കെ മൂടി വളർന്നു തുടങ്ങും. അപ്പം ശരിക്കും ഇതിൻ്റെ ഈ ചിരട്ടയുടെ ഭംഗിയും കൂടി, കളറിൻ്റെ ഭംഗി കാണണമെങ്കിൽ അപ്രൈറ്റായിട്ട് നിൽക്കുന്ന ചെടികൾ നട്ടു വെക്കണം. അപ്പം ഇങ്ങനെയാണ് കാണാനുണ്ടാവുന്നത്. നമ്മൾ പോസ്റ്റർ കളർ പെയിൻ്റാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഏത് കളറാണെങ്കിലും ഡബിൾ കോട്ട് കൊടുക്കുക. പിന്നെ പറയാനുള്ളത്, ഇവിടെ 10 ചിരട്ടകളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ചെറിയൊരു ഹാങ്ങർ ആയതുകൊണ്ട് അത്രേ ഉപയോഗിച്ചിട്ടുള്ളൂ. ഒന്നാമത്തെ ചിരട്ടയ്ക്ക് ഒരു 15 സെൻറ്റിമീറ്റർ ലെങ്ത്താണ് വന്നിരിക്കുന്നത്. അവിടെ നിന്നൊരു 8 സെൻറ്റിമീറ്ററോ 7 സെൻറ്റിമീറ്ററോ കൂട്ടിയിട്ടാണ് അടുത്തതായിട്ട് ഹാങ് ചെയ്തിട്ടുള്ളത്. അപ്പം ഏറ്റവും ലാസ്റ്റ് വന്നിരിക്കുന്ന ചിരട്ടയ്ക്ക് 90 സെൻറ്റിമീറ്റർ ആണ് നീളം ഉള്ളത്. അപ്പം ചിലതൊക്കെ 8 സെൻറ്റിമീറ്റർ, ചിലതിന് 7-6 സെൻറ്റിമീറ്റർ ഒക്കെ വ്യത്യാസത്തിൽ ഹാങ് ചെയ്ത് വരികയാണ്. അപ്പം ഈ നൈലോൺ ത്രെഡ് ആയതുകൊണ്ട് തന്നെ ഇതിനകത്തേക്ക് കയറ്റി കെട്ടാൻ വേണ്ടി ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ ഒരിക്കൽ ഇത് ചെയ്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പം പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ നമുക്ക് വലിയ ചിലവുകളൊന്നുമില്ല. അങ്ങനെ നൈലോൺ ത്രെഡിന് 13-15 രൂപയേ ഉള്ളൂ. പിന്നെ വീട്ടിൽ കളർ ഉണ്ടാവും, അല്ലെങ്കിൽ പെയിന്റ് ഉണ്ടാവും. അത് വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. വേണ്ടത് കുറച്ച് ഇൻട്രസ്റ്റ് മാത്രമേ വേണ്ടുള്ളൂ. അതിനോടുള്ള താല്പര്യം ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ഇതിലും നല്ല ഭംഗിയായിട്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഹാപ്പി ഗാർഡനിങ് and thanks for watching.